കസ്റ്റമർ പറയാണ് നിങ്ങളെ പ്രൈസ് എനിക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഈ ഒരു പ്രോഡക്റ്റിനായിട്ട് ഇത്രയും രൂപ എനിക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങളോട് പറയുകയാണ്. ഈ ഒരു പ്രോബ്ലം എങ്ങനെ ഓവർകം ചെയ്യാം? നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ എത്രയാണെന്ന് കസ്റ്റമറെ ധരിപ്പിക്കുക എന്നതാണ്. എന്താണ് കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ? ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുകയാണെന്നിരിക്കട്ടെ. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അദ്ദേഹം ഒരു സർവീസ് നിങ്ങളുടെ അടുത്ത് നിന്ന് ആവശ്യപ്പെടുന്നു. ആ സർവീസിന് നിങ്ങൾ 10,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ പറയുകയാണ് ഈ 10,000 രൂപയോളം എനിക്ക് ഈ സർവീസിന് തരാൻ സാധിക്കില്ല, ഇതെനിക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ആ ക്ലയൻറ്റിനോട് ചോദിക്കാം, താങ്കൾ എത്ര നാളായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ ക്ലയൻറ്റ് പറയുകയാണ് 5 വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ക്ലയൻറ്റിനോട് പറയാം, 5 വർഷമായിട്ട് ഓരോ വർഷവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ട് 1 ലക്ഷം രൂപയോളം സാറിന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 5 വർഷമായിട്ട് ഈ ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയോളം സാറിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ട് നഷ്ടമായി. നമ്മൾ സർവീസ് എടുത്തിരുന്നെങ്കിൽ എത്ര രൂപയോളം ലാഭിക്കാൻ സാധിക്കും? 10,000 രൂപ മാത്രമേ നമ്മളുടെ ഈ സർവീസിന് കോസ്റ്റ് വരുന്നുള്ളൂ, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിന് കോസ്റ്റ് വരുന്നുള്ളൂ. സാർ നമ്മളുടെ ഈ സർവീസ് എടുക്കാത്തത് കൊണ്ട് മാത്രം ഓരോ വർഷവും 1 ലക്ഷം രൂപ വീതം സാറ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കോസ്റ്റ് വെറും 10,000 രൂപയാകുന്നുള്ളൂ. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ പർച്ചേസ് ചെയ്യാത്തത് കൊണ്ട് ഇത്രയും നാളും കസ്റ്റമർക്കുണ്ടായ നഷ്ടം അതിനേക്കാൾ വളരെ ചെറുതാണ് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് എന്ന് നിങ്ങൾക്ക് കസ്റ്റമറെ ധരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള പണം കണ്ടെത്തും, അത് അഫോർഡ് ചെയ്യാനുള്ള വഴി കസ്റ്റമർ കണ്ടെത്തും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ, ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് കസ്റ്റമർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പണത്തേക്കാൾ വളരെ ചെറുതാണ് ഈ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന വഴി നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ സാധിക്കും.